So hey guys, welcome back to my channel. അപ്പോൾ ഫൈനലി സാംസങ് ഗാലക്സി S21 ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാംസങ് ലവേഴ്സും S21 തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഇന്ന് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഈ ഫോണിനെ പറ്റി. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എനിക്കൊരു കാര്യം പറയാറുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കോ, അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ വെക്കോ. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, അതിൻ്റെ കൂടെ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് S21 പറ്റി സംസാരിക്കാം. കുറച്ച് മുമ്പ് അങ്ങാണ്ടായിരുന്നു ലൈവ് ഇവന്റ് തീർന്നത്. ഞാൻ ഫുള്ളൊന്നും കണ്ടില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് അങ്ങാണ്ട് കാണുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗാലക്സി S21 ഇറങ്ങിയിട്ടുണ്ട്, S21 അൾട്ര ഇറങ്ങിയിട്ടുണ്ട്, S21 പ്ലസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ S21 അൾട്ര ആണ് പ്രോ മോഡൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ S21 പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 6.2 ഇഞ്ച് ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. ഇതിനകത്ത് HDR10+ സപ്പോർട്ട് ഉണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് ഒരു സ്ക്രീനാണ്. അപ്പോൾ ഭയങ്കര സ്മൂത്തും ഫ്ലൂയിഡൊക്കെ ആയിരിക്കും. വൺ പ്ലസ് ഫോൺസിനെ പോലെ തന്നെ ആയിരിക്കും, ഭയങ്കര ഫാസ്റ്റ് ഒക്കെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ UI ഒക്കെ ഭയങ്കര സ്മൂത്ത് തന്നെയാണ്. അപ്പോൾ 6.2 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട് S21. അപ്പോൾ S21 പറ്റി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണുള്ളത്. അപ്പോൾ കൂടുതൽ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ഈ ഫോൺ. അത് പിന്നെ 87% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. പിന്നെ S21 അൾട്രയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിനകത്ത് 6.8 ഡിസ്പ്ലേ ഉണ്ട്, 6.8 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്, 120 Hz സെയിം എല്ലാ കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ഇതിനകത്ത് 88% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ 88% ഉണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ. പിന്നെ S21 അൾട്രയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 20:9 ആസ്പെക്ട് റേഷ്യോ ആണ്. S21 S21 പ്ലസും S21 അൾട്രയും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ S21 പ്ലസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 6.7 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്. 120 Hz 394 ppi എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് ഫോണിനകത്തുള്ളത് ഡിസ്പ്ലേ പറ്റി. പക്ഷേ S21 പ്ലസും അൾട്രയ്ക്കകത്ത് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ഉണ്ട്. വലിയൊരു ഡിസ്പ്ലേയും കൂടെയാണ്. പിന്നെ പല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനകത്തും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഡിസ്പ്ലേ പറ്റി. അപ്പോൾ ഈ ഫോണിൻ്റെ ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് Exynos 2100 ചിപ്സെറ്റ് ഉണ്ട്. ഇത് 5nm ബേസ്ഡ് ആണ്. ഭയങ്കര പവർഫുൾ ഒരു ചിപ്സെറ്റ് ആണ്. ആപ്പിളിൻ്റെ A14 ചിപ്പ് പോലെ തന്നെയാണ് ഇതിനകത്ത് 5nm ബേസ്ഡ് ആണ്. പിന്നെ ഇതിൻ്റെ GPU പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് Mali G78 ഉണ്ട്. നല്ല GPU കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് US നിങ്ങൾ പോകണമെങ്കിൽ കൊറിയയിൽ നിങ്ങൾ പോകണമെങ്കിൽ അവിടെയൊക്കെ സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 888 ആണ് അതിനകത്തുള്ള ചിപ്സെറ്റ് ആണ് അതിനകത്തുള്ളത്. ഗ്ലോബലി എന്ന് പറഞ്ഞാൽ Exynos ആണ്. കൊറിയയും USA-നകത്ത് സ്നാപ്ഡ്രാഗൺ ആണുള്ളത്. അതും 5nm ബേസ്ഡ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് GPU Adreno 660 ആണുള്ളത്. അപ്പോൾ അതും ഭയങ്കര പവർഫുൾ തന്നെയാണ് ആ ഫോണിനകത്തും ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്നാപ്ഡ്രാഗൺ തന്നെയാണ് കുറച്ചുകൂടെ ഭേദം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലരും പറയാറുണ്ട് Exynos ഇപ്പം നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് Android 11 ഉണ്ട്. പിന്നെ One UI 3.1 ആണുള്ളത്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് സ്റ്റോറേജ് സ്പീഡ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പേ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ഫോൺ തന്നെയായിരിക്കും. 120 Hz ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇതൊരു നല്ല ഫോൺ തന്നെയാണ് പെർഫോമൻസിൻ്റെ ബേസിസിൽ. നെക്സ്റ്റ് ഫോണിൻ്റെ സ്റ്റോറേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 128 GB-യും 8 GB റാമിൻ്റെ വേരിയൻ്റ് ഉണ്ട്. പിന്നെ 256 GB-യും 8 GB റാമിൻ്റെ വേരിയൻ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ S21 അൾട്ര വല്ലതും മേടിക്കുകയാണെങ്കിൽ കൂടുതൽ സ്റ്റോറേജ് വേരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. 512 ഒക്കെ പറഞ്ഞ് കുറേ സ്റ്റോറേജ് വേരിയൻസ് ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് UFS 3.1 ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഫാസ്റ്റ് സ്റ്റോറേജ് സ്പീഡൊക്കെ തന്നെ ആയിരിക്കും. ആപ്പ് ഓപ്പണിംഗ് ടൈം ഒക്കെ കുറച്ചായിരിക്കും. പിന്നെ അതിനകത്ത് SD കാർഡ് സ്ലോട്ട് ഇല്ല. ഇപ്പോൾ നിങ്ങളൊരു SD കാർഡ് സ്ലോട്ട് പ്രതീക്ഷിച്ച് ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ ഇത് മേടിക്കണ്ട. ഇത് നല്ല ഓപ്ഷൻ ആവത്തില്ല. അപ്പോൾ ഇതൊരു നോക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം സാംസങ് ഫോൺസിൻ്റെ ഒക്കെ ക്യാമറ ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ ഈ ഫോണിനകത്ത് മെയിൻ ക്യാമറ ആയിട്ട് 12 മെഗാ ആണുള്ളത്. ഈ ഫോണിനകത്ത് 3 ക്യാമറ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്യാമറയാണ് 12 മെഗാ അതാണ് മെയിൻ ക്യാമറ. പിന്നെ ഇതിൻ്റെ ടെലിഫോട്ടോ ക്യാമറ ആണെങ്കിൽ 64 മെഗാ ഉണ്ട്. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ 12 മെഗാ ഉണ്ട്. അപ്പോൾ മെയിൻ ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് f1.8 ആപ്പറേച്ചർ ആണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓവറോൾ നല്ല ക്യാമറ തന്നെയാണ്. എല്ലാ സാംസങ് ഫോൺസിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12 മെഗാ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോൻ്റെ മെഗാ അല്ല വെച്ച് നോക്കുന്നത്. അവർ മെയിൻ സെൻസറിലാണ് നോക്കുന്നത്, ഏത് സെൻസറാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിനകത്ത് ടെലിഫോട്ടോ ക്യാമറ ഉണ്ട് 64 മെഗാ അപ്പോൾ നിങ്ങൾക്ക് 2x വരെയൊക്കെ ഒപ്റ്റിക്കൽ സൂം ചെയ്യാം. 3x ഒക്കെ ഹൈബ്രിഡ് സൂം ആയിരിക്കും, അത് നോക്കണം. പിന്നെ അൾട്രാ വൈഡ് ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 120 ഡിഗ്രി വരെ ഫീൽഡ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സൂപ്പർ സ്റ്റഡി മോഡും ഉണ്ട്. നിങ്ങൾ അതൊക്കെ അൾട്രാ വൈഡ് ക്യാമറ ബേസ്ഡ് ആണ് സൂപ്പർ സ്റ്റഡി മോഡൊക്കെ, അതും നിങ്ങൾ നോക്കണം. അപ്പോൾ 120 ഡിഗ്രി വൈഡ് വരെ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും അൾട്രാ വൈഡ് ക്യാമറയ്ക്കകത്ത്. അപ്പോൾ നെക്സ്റ്റ് ഫോണിൻ്റെ വീഡിയോ
പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 8K റെക്കോർഡിംഗ് ഉണ്ട്. 8K 24 FPS ആണ് ഇതിനകത്ത് റെക്കോർഡിംഗ് ഉള്ളത്. പിന്നെ 4K 60 FPS റെക്കോർഡ് ചെയ്യാം, 4K 30 FPS റെക്കോർഡ് ചെയ്യാം, 1080p 30-60 FPS നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. OIS ഉണ്ട്, EIS ഉണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. സൂപ്പർ സ്റ്റഡി മോഡും കൂടെ ഉണ്ട് നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ, അത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ഫോണിൻ്റെ സെൽഫി ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 10 MP ആണുള്ളത്. S10-നകത്തും എനിക്ക് തോന്നുന്നു 10 MP ആയിരുന്നു ഉള്ളത്. ഇതിനകത്ത് f2.2 അപ്പറച്ചറും ഉണ്ട്. പിന്നെ ഇതിനകത്ത് 4K 60 FPS വരെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 1080p 30-60, 4K 30-60 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റഡി വീഡിയോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഓവറോൾ ഫോട്ടോസിൻ്റെ കാര്യത്തിലൊക്കെ ഇതിനകത്ത് നല്ല ക്യാമറ തന്നെ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് സ്പെസിഫിക്കേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറാസിനെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കണക്ടിവിറ്റിയെ പറ്റി സംസാരിക്കാം. ഇതിനകത്ത് 5G സപ്പോർട്ട് ഉണ്ട് ഈ ഫോണിനകത്ത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സിം വേണമെങ്കിൽ ഇടാൻ പറ്റും, പിന്നെ വേറൊരു സിം ഈ സിം ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സിം ഒരുമിച്ച് ഇടാൻ പറ്റുന്ന വേരിയൻസ് ഒക്കെ ഉണ്ട് ഈ ഫോണിനകത്ത്. അത് നോക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഈ ഫോണിനകത്ത് നല്ലതാണ്. ഇതിനകത്ത് 5G ഫോണാണ്. അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ 5G സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി എല്ലായിടത്തും ഇപ്പോൾ 5G ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ 4G ആണ് കൂടുതൽ സ്ഥലങ്ങളിലുള്ളത്. ഇപ്പോൾ 4G പോലും വരാറില്ല. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 5G ഫോണിൻ്റെ ഈ ഫോണിനകത്ത് അത് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ ഫോണിനകത്ത് Wi-Fi 6 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു പുതിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് GPS സപ്പോർട്ട് ഉണ്ട്, NFC സപ്പോർട്ട് ഉണ്ട്. എല്ലാ സെൻസേഴ്സും ഈ ഫോണിനകത്തുണ്ട്. മിക്കവാറും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എല്ലാ സെൻസേഴ്സും ഈ ഫോണിനകത്തുണ്ട്, ബാക്കിയുള്ള ഫോൺസിനെ കൂട്ടല്ല. അപ്പോൾ കണക്ടിവിറ്റി കാര്യത്തിനകത്ത് ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്. Wi-Fi 6 സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ട് ഉണ്ട്, 5G സപ്പോർട്ട് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലൊരു കണക്ടിവിറ്റി ഒരു ഫോണാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് S20 പ്രതീക്ഷിക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സാണ് ഉള്ളത്. പുതിയതായിട്ട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. സാംസങ് ഡെക്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. ഇപ്പോൾ S20-ക്കകത്തുള്ള എല്ലാ സംഭവങ്ങളും S21-നകത്തുണ്ട്. അപ്പോൾ ബാറ്ററി പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 4000 mAh ബാറ്ററി ഉണ്ട് S21-നകത്ത്. അപ്പോൾ ഇതിന് നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് ബോക്സിനകത്ത്. പിന്നെ ഇതിൻ്റെ USB 3.2 സപ്പോർട്ട് ഉണ്ട് ഈ ഫോണിന്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ ഇത് നല്ലൊരു ഫോണായിരിക്കും. പക്ഷേ S21 പ്ലസും S21 അൾട്രയ്ക്കകത്തായിരിക്കും കൂടുതൽ നല്ല ബാറ്ററി ഉള്ളത്. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഈ ഫോണിനെ പറ്റി. S21 പറ്റിയാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. S21 അൾട്രയോ S21 പ്ലസിനെ പറ്റിയല്ല സംസാരിച്ചത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ് ഈ ഫോണിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് ഈ ഫോണിനെ പറ്റി കിട്ടുള്ളൂ. ഫോണൊന്നും എൻ്റെ കയ്യിൽ ശരിക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളി ഒന്നും പറയാത്തത്. പല കാര്യങ്ങളുണ്ട് ഈ ഫോണിനെ പറ്റി. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കവർ ചെയ്യാം. അപ്പോൾ ഇത് ലൈവ് ഇവൻറ്റ് തന്നെ ഇപ്പോൾ 1 മണിക്കൂർ മുമ്പെങ്ങാണ്ടാണ് തീർന്നത്. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു വീഡിയോക്കകത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.